ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടില സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടിയും മുട്ടയും കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി സ്നാക്ക് ഉണ്ടാക്കാൻ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടില സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു വലിയ മിക്സിംഗ് ബൗളിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടിയിലോട്ട് ഡയറക്റ്റ് ചേർക്കുകയാണ്. 1 ടീസ്പൂണാണ് ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം, അതൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഈസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്, നമ്മുടെ മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർക്കേണ്ടത്. നല്ല ചൂടുള്ള വെള്ളം ചേർക്കരുത്. അപ്പോൾ ഞാൻ 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. 1 കപ്പ് വെള്ളമൊന്നും ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് നല്ല പോലെ സോഫ്റ്റ് ആവുന്ന പരുവത്തിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ നിന്ന് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോഴേക്കും ഈസ്റ്റ് ആക്റ്റീവായിട്ട് നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 സ്നാക്കിലേക്കുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 3 സവാള എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 1 സ്നാക്കിലേക്കാണെന്നുണ്ടെങ്കിൽ വലിയൊരു സവാള മാത്രം എടുത്താൽ മതി. അപ്പോൾ സവാള വാടിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം അതിലേക്ക് തക്കാളി ചേർക്കാൻ. അപ്പോൾ ഞാനൊരു കുഞ്ഞു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി തക്കാളി വെന്തുടയുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പുഴുങ്ങിയ മുട്ട അതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 സ്നാക്കിലേക്കുള്ള ഫില്ലിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 4 മുട്ട ചേർത്തിട്ടുള്ളത്. ഈ ഒരു സ്നാക്കിലേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ 2 മുട്ട എടുത്താൽ മതി. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള മാവ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ പതുക്കെ ഇതൊന്ന് കുഴച്ചെടുക്കുക. നല്ല ബലം കൊടുത്തിട്ടൊന്നും കുഴച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ ഈസ്റ്റൊക്കെ ചേർത്ത് 1 മണിക്കൂർ വെച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ മാവ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം. എന്നിട്ട് നമ്മളിത് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല പോലെ പരത്തിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒത്തിരി ഫില്ലിങ്സ് വെക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പൂവടയൊക്കെ മടക്കിയെടുക്കില്ലേ, അതുപോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മൈദ അല്ലെങ്കിൽ വെള്ളമൊന്നും ആക്കേണ്ടത് പോലെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടും. എന്നിട്ട് വീണ്ടും അതൊരു ബോൾസിൻ്റെ ഷേപ്പിലാക്കുക. എന്നിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇതുപോലെ കയ്യിലിട്ട് ഉരുട്ടിയാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ട, ബോൾസ് തന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്താലും മതി. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ ടവൽ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ടവൽ വെച്ച് കൊടുത്തതാണ്. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കി എടുക്കുന്നത് വരെ ഇത് ഈ നനഞ്ഞ ടവലിൻ്റെ അടിയിൽ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇത്രയും ഫില്ലിങ്സ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഫില്ലിങ്സ് ഉപയോഗിച്ചിട്ട് വേറൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു വലിയ സവാളയും പിന്നെ 2 മുട്ടയുള്ള ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത്ര കൂടുതൽ ഉണ്ടാക്കണം എന്നില്ല. അപ്പോൾ ഓയിൽ നല്ല പോലെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ, ഒരു മീഡിയം ചൂടാക്കി എടുത്താൽ മതി.
എണ്ണ നല്ല പോലെ ചൂടാക്കിയാൽ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ബ്രൗൺ കളർ ആവും. അപ്പോൾ ഉൾവശം വേവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്യണം. എന്നാലേ ഗോതമ്പ് പൊടിയുടെ ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാണ് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാട്ടോ. നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്